ഇതാണ് തക്കടിക്കുട്ടൻ. ഇതിൻ്റെ പരിപാടി കണ്ട. ഞങ്ങൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുന്ന ഇവനാണെങ്കിൽ കളി. ഇവിടെ കിടന്ന ചവറൊക്കെ ഞങ്ങൾ വാരി ഈ പെട്ടിയിലാക്കിയാണ് കൊണ്ട് കളയണത്. കളയണല്ല, വാഴയ്ക്ക് വയ്ക്കണത്. ഇതാ വേറൊരാൾ കണ്ട. ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതാ പോണം, വെള്ളം കുടിക്കാനായിരിക്കും. ഇഷ്ടപ്പെട്ടില്ല കിടക്കാൻ. സൂപ്പർവൈസർ പറയുന്നു പോണം. ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ പറയാൻ നടക്കും. പക്ഷെ അതൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷം തന്നെ. അതാണ്ട പോയി. തക്കുടും അവിടെ നിന്നും ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഭയങ്കര വേനലായതുകൊണ്ട് ഞങ്ങൾ ഈ കരിയിലയൊക്കെ തൂത്തുവാരി വാഴ പിന്നെ നട്ടിരിക്കണ കണ്ട. ഇതേപോലെയുള്ള ഇത് ശീമപ്പിലാവാണേ. അപ്പോൾ ഇതിന് നിറയെ തണലൊക്കെ വേണമല്ലോ. തണലല്ല, വെള്ളം വേണമല്ലോ. അപ്പോൾ വെള്ളം മൂട്ടിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ വാരിയിടും. ഇന്ന് തൂത്ത് കൂട്ടി വെച്ചിട്ട് പിന്നെ സൗകര്യം പോലെ വാരിയിടും. അവൻ അവിടെ വന്ന് കിടപ്പുണ്ട്. ഏതാണ്ടാ പുളിച്ചിക്ക. ഞങ്ങളിത് പുളിച്ചിക്ക എന്നാണ് പറയണത്. നിറയെ നിപ്പുണ്ട്, പക്ഷേ ഇത് കഴിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ നല്ല അലർജിയുണ്ട്. ഇത് വായിൽ വെച്ച ഉടനെ തുമ്മലും ചീറ്റലും ഒക്കെ വരും. അതിട്ട് ഉപയോഗിക്കില്ല. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. ഇത് ലൗലോലി മരം. ഇതിൽ ലൗലോലിക്ക് കായ്ക്കും. അതും വളരെ കുറച്ച് ഞങ്ങൾ ഉപയോഗിക്കും. ആരെങ്കിലും വന്നാൽ കൊടുക്കും. പിന്നെ കിളികളൊക്കെ വന്നിരിക്കും. അതാണ്ട ഈ വെള്ളത്തിൽ ഒന്ന് കുളിക്കും. ഇത് കണ്ട മുട്ടപ്പഴം. പഴം നിപ്പുണ്ട് കേട്ടോ. ഇതാണ്ട നിപ്പുണ്ട്. ഈ മരത്തിലും കിളികളൊക്കെ വന്നിരിക്കും. അപ്പോൾ കിളിക്ക് ഞാൻ കൂടൊക്കെ കെട്ടിയിട്ട് നോക്കി. പക്ഷേ ആ കൂട്ടിലൊന്നും കിളികൾ വന്നിരിക്കുകയോ മുട്ടയുടെയോ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് എന്നെ വിശ്വാസമില്ല. അതാണ്ട തക്കുടും അടുത്ത് ഇങ്ങോട്ടെത്തി. അവരിങ്ങനെ മാറി മാറി ഇവിടെ കിടക്കും. ഞങ്ങൾ വീട്ടിൻ്റെ അകത്ത് കയറി അവരും വീട്ടിൻ്റെ അകത്ത് കയറും. ഞങ്ങളെ മക്കളും കൊച്ചുമക്കളും എല്ലാം തക്കുടുവും മണിക്കുട്ടിയും തന്നെ. പിന്നെ വരുന്ന പൂച്ചകൾക്കെല്ലാം ഞാൻ ഫുഡ് കൊടുക്കും. പക്ഷെ മണിക്കുട്ടി അവരെ വിരട്ടണത് കണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. തക്കുടു അപ്പുറത്തെ വീട്ടിലെ പയ്യെ ബോൾ കളിക്കുന്നതിൻ്റെ സൗണ്ട് കേട്ട് പേടിച്ച്. ഇതാണ്ട് അടുത്ത വീട്. അവിടെ ഉള്ളതാണ് അപ്പവും അമ്മുവും. ഇന്ന് ഒരു വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ നിന്ന് കളിക്കുകയാണ്. ഇതാ മണിക്കുട്ടി വന്ന് വീണ്ടും വെള്ളം കുടി തുടങ്ങി. ഇനി അവളുടെ വിശ്രമമായി. ഒരാളിവിടെ, ഇതാ ഒരാളിവിടെ. അപ്പം ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് പറയണത്. ഇതാണ്ട ആട്ടം. ഇനി എന്ത് വേണമല്ലേ മണിക്കുട്ടി? മണിക്കുട്ടി തക്കിടൂനാണ് ആ ഊഞ്ഞാൽ. അതാ അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. ഇത് മണിക്കുട്ടിക്ക്. മുട്ടപ്പഴം പഴുത്ത് നിൽക്കണം.